ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വന്നിരിക്കണം ഈ ഒരു ഹെഡ്സെറ്റാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് കൊടുക്കാനുള്ള ചാർജ് കയറണില്ല, ഫുള്ളി ഡെഡായിട്ട് വന്നേക്കണതാണ്. അപ്പോൾ ഇത് നമ്മൾ ചാർജ് കുത്തിയിട്ട് ഒന്നും ഒരു അനക്കവും കാണാനുള്ള. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഈ എയർപോഡ് ഊരി മാറ്റാം. എന്നിട്ട് കണ്ട് ഈ 4 ഇത് ക്ലിപ്പിലാണ് ഇത് നിൽക്കണത്. അത് നമുക്ക് ഓപ്പണർ വെച്ച് തിക്കി ഇതാക്കി ഊരിയെടുക്കാം. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ഊരാൻ. അങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഈ കേസിങ്ങിൽ നിന്ന് ഇത് ഊരി വരും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇത് കണ്ടോ, ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്കിത് വെറുതെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ ബോർഡെല്ലാം കണ്ടു. അപ്പോൾ ഇതിൻ്റെ എന്താ ചാർജ് കയറാത്തതാണോ ഇതൊക്കെ അറിയാൻ വേണ്ടി ഫസ്റ്റ് ആണ് നമ്മൾ ബാറ്ററി മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തത്. ബാറ്ററിയിൽ തീരെ ചാർജ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചാർജ് കയറാത്ത പിന്നിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്ന് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് കറക്റ്റ് 5 വോൾട്ടൊക്കെ വന്നിട്ടുണ്ട്, ചാർജ് കയറുന്നുണ്ട്. പക്ഷേ ചാർജിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ തന്നെ ബാറ്ററിയിൽ നിന്ന് ചാർജ് ഫുൾ ഇറങ്ങിപ്പോകും. അപ്പോൾ ബാറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ബോർഡ് നമ്മൾ ഊരിയെടുത്ത് ഫുള്ളായിട്ട്, കാരണം പുതിയ ബാറ്ററി സോൾഡ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മറ്റേത് ഉരുകരുതല്ലോ. എന്നിട്ട് നമുക്ക് പഴയ ബാറ്ററി ഡീസോൾഡർ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് പഴയ ബാറ്ററി ഡീസോൾഡർ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതാണ് നമുക്ക് കിട്ടിയ പുതിയ ബാറ്ററി. നമുക്ക് കറക്റ്റ് സൈസിലുള്ള ബാറ്ററി കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് ഈ സൈസും പിന്നെ ഇതിൻ്റെ ചെറുതും പിന്നുള്ളത് ഇതിൻ്റെ വലുതുമാണ്. വലുത് ഇതിനകത്ത് കയറില്ലാത്തതുകൊണ്ട് ഏകദേശം കറക്റ്റ് സൈസായിട്ടുള്ളത് ഞാൻ എടുത്തു. ഇതിൻ്റെ ഈ റെഡ് വയർ B+ഉം ബ്ലാക്ക് B-ലുമാണ്. അപ്പോൾ ഇത് ബാറ്ററി എല്ലാം തിരിച്ച് സോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സാധനം ഓണായിട്ടുണ്ട്. ചാർജ് വെച്ചപ്പോൾ ചാർജും കയറുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഇതായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്കിതിന് കറക്റ്റെല്ലാം പക്കയായെന്ന് കറക്റ്റായിട്ട് ഒന്നുകൂടെ അറിയാൻ വേണ്ടി നമ്മൾ തിരിച്ച് കേസിങ്ങിലേക്ക് ഒന്ന് വെച്ച് സ്ക്രൂ ചെയ്തിട്ട് ആ എയർപോഡ് ഒന്ന് വെച്ച് നോക്കുകയാണ്. അതിനകത്തേക്ക് എയർപോഡ് വെച്ച് നോക്കുമ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഇതിനകത്ത് കണ്ടോ, ലെഫ്റ്റ് ചാർജ് കയറുന്നുണ്ട്, റൈറ്റും ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രോബ്ലം ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. ആ ബാറ്ററീൻ്റെ ഇഷ്യൂ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിനകത്ത് ചാർജിങ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചാൽ പഴയ അതിൻ്റെ ബാക്കിൽ ഇത് ക്ലിപ്പ് ചെയ്തു. എന്നിട്ട് എയർപോഡ് പഴയ പോലെ ഊരി മാറ്റി എന്നിട്ട് തിരിച്ച് കേസിങ്ങിലേക്ക് കയറ്റി വെച്ചിട്ട് അടിയിലത്തെ അതും വെറുതെ ഇങ്ങനെ ഇതാണ് ഫ്രണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കുത്ത് പോലെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ചെവിയിൽ വെച്ച് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, ചാർജ് നിൽക്കണമുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.